2026 ഫെബ്രുവരിയിൽ സൗത്തിൽ വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ്. ഹെൽത്ത് പ്രോബ്ലത്തിന് സാധ്യതയുണ്ട്, പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ടോട്ടൽ ലോസിൽ നമുക്ക് എന്തൊക്കെ ലോസ് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സ്റ്റാറിന്റെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറ്റും. ഓരോ വർഷത്തിലും ഓരോ ആനുവൽ സ്റ്റാറുകൾ വീടിന്റെ ഓരോ ദിക്കിലായിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഫെങ്ഷുയി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഫെങ്ഷുയി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണെങ്കിലും ലോകത്ത് എല്ലാ സ്ഥലത്തും, അത് ചൈനയിലായിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ദുബൈയിലായിക്കോട്ടെ, എവിടെയായാലും, UK എവിടെയായാലും ഈ സ്റ്റാറുകൾ വർഷാവർഷം മാറിക്കൊണ്ടേയിരിക്കും. പലർക്കും അതറിയില്ല. ചിലർക്ക് ആ സ്റ്റാർ വരുന്നതിന്റെ ഗുണങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് സൗത്ത് ഈസ്റ്റിലാണ് 2026 എൻ്റെ വീടിന്റെ പ്രധാന വാതിൽ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ എനിക്ക് ഈ വർഷം ശരിക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും എൻ്റെ വീട്ടിൽ പുതിയ പുതിയ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കും. കാരണം ആ ഒരു സ്റ്റാർ, വളരെ പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ എൻ്റെ വാതിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഫംഗ്ഷൻ എന്താണെന്ന് അറിയത്തില്ല, ഈ സ്റ്റാറിനെ അറിയത്തില്ല, പക്ഷേ ഈ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടെങ്കിലും അറിയാമെങ്കിലും ഈ ഒരു എനർജി നമുക്ക് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ മോശം സ്റ്റാർ ആണെങ്കിലും അതിന്റെ ഗുണവും ദോഷവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ മോശം സ്റ്റാർ ആയ 5 പറ്റിയാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് 2026 ഫെബ്രുവരിയിൽ സൗത്തിൽ വന്നിരുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 5 ആണ്. 5 എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ലോസിന്റെ സ്റ്റാർ ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് പ്രോബ്ലത്തിന് സാധ്യതയുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടോട്ടൽ ലോസിൽ നമുക്ക് എന്തൊക്കെ ലോസ് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. 100 വീട്ടിലും ഇത് സംഭവിക്കുമെന്നല്ല പറയുന്നത്, 95 വീട്ടിലും ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കുകയാണോ എന്ന് ചോദിക്കാം. അപ്പം പക്ഷെ പേടിപ്പിക്കുകയല്ല, നമുക്ക് ഇതൊരു 5 വർഷത്തിന് മുമ്പേ അറിയാം, അല്ലെങ്കിൽ 10 വർഷത്തിന് മുമ്പേ അറിയാം ഓരോ സ്റ്റാറും ഏത് ദിക്കിൽ എപ്പോഴും വരുമെന്നുള്ള കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റാർ എത്തുന്നതിന് മുമ്പ് ഈ സ്റ്റാറിന്റെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർ വരാതിരിക്കില്ല, പക്ഷെ വന്നാൽ അതിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫെങ്ഷുയിലെ ചില സിമ്പലുകളുണ്ട്, അതല്ലെങ്കിൽ എലമെന്റ് ബേസ് ചെയ്തിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഫെങ്ഷുയുടെ ഒരു സിമ്പൽ പറയുന്നു, അപ്പോൾ അവർ പറയുന്നു സാർ ഇത് നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല, വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. ഫെങ്ഷുയിലെ ഒരു 5 എലമെന്റ് എന്ന് പറഞ്ഞൊരു തിയറി ഉണ്ട്. എർത്ത്, മെറ്റല്, വാട്ടർ, വുഡ്, ഫയർ. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഫെങ്ഷുയുടെ ഓരോ സ്റ്റാറുകളെയും സൗഭാഗ്യങ്ങളെ കൂട്ടാനും അതിനെ ദോഷങ്ങളെ കുറയ്ക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 5 വന്നിരിക്കുന്ന സൗത്തിൽ വെക്കാവുന്ന ഈ വർഷത്തെ സ്റ്റാർ എന്ന് പറയുന്നത് സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 5 എലമെന്റ് പഗോഡ വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 റോഡ് വിൻചെയിംസും ആ ഭാഗത്ത് വെക്കാനായിട്ട് സാധിക്കും, ഈ ടോട്ടൽ ലോസിന് 5 പരിഹാരമായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു ദോഷം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂളുകൾക്ക് സാധിക്കും. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ സ്റ്റാറുകളെ മാറ്റാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ സൗഭാഗ്യങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുപാട് ടൂളുകൾ ഫംഗ്ഷനിലുണ്ട്. അതിലൊരു 2-3 ടൂളുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. ഇത് ഒരു ഫീനിക്സ് ബേർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇതിന്റെ ചിത്രവും വായിക്കാൻ കിട്ടും. പേര്, പ്രശസ്തി, വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെയോ ഡൈനിങ് ഹാളിന്റെയോ സൗത്തിൽ വെക്കാം. ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു സ്റ്റാച്ചു ആണ് വെക്കുന്നതെങ്കിൽ പുറത്തേക്ക് പറന്നു പോകുന്ന രീതിയിൽ അതിന്റെ ഫേസോ ചുണ്ടോ ഡോറിലേക്ക് വരാതെ വെക്കണം. ഇതേപോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോഴ്സ് ആണ്. ഇതും ഇതേ റിസൾട്ട് തന്നെയാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിജയം ഉണ്ടാവുക, നമുക്ക് പേരുണ്ടാവുക, പ്രശസ്തി ഉണ്ടാവുക. നേരത്തെ ഫീനിക്സ് ബേർഡ് വെക്കാൻ എങ്ങനെയാണോ പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ ഇതും വെക്കാവുന്നതാണ്. ഇതും കുതിര പുറത്തേക്ക് ഓടിപ്പോകുന്ന രീതിയിൽ വരാനായിട്ട് പാടില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കുതിരയുടെ എണ്ണം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. ഒന്നുകിൽ ഒറ്റ കുതിര വെക്കുക, അതല്ല നിങ്ങൾക്ക് 9 കുതിരകളെ വെക്കുക. അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പഗോഡ ടവർ വെക്കാം. കുട്ടികൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ ടവറും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പഠിക്കുന്നതിന് അധികം റിസൾട്ട് നിങ്ങളിലേക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്കിത് സഹായിക്കും. കൂടുതൽ ഉണർവുണ്ടാവാനും വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവാനും ഫെങ്ഷുയിയുടെ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുള്ള വർഷമായി 2026 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.